ഹായ്, വെൽക്കം ഓൾ ടു ലെറ്റ്യൂസ് എഡ്യൂട്ടിപ്സ് 2.0. എല്ലാ PSC ഉദ്യോഗാർത്ഥികൾക്കും ലെറ്റ്യൂസ് എഡ്യൂട്ടിപ്സ് 2.0യിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് ISROയെ ബേസ് ചെയ്തുള്ള ഒരു ക്ലാസ് ആണ്. മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. വരാൻ പോകുന്ന 10th ലെവൽ പ്രിലിമിനറി ലെവൽ എക്സാമിനേഷൻ്റെ 2ഉം 3ഉം 4ഉം ഘട്ട പരീക്ഷയിൽ നമുക്ക് ചോദ്യം പ്രതീക്ഷിക്കാവുന്ന ഒരു ക്ലാസ് ആണ്. അതുപോലെ നിങ്ങൾക്കറിയാം, ഇപ്പോൾ അസിസ്റ്റന്റ് സെയിൽസ്മാൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ വന്നല്ലേ. അതുപോലെ തന്നെ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റിന് ഉടനെ വരും എന്നുള്ളതാണ് അറിയുന്നത്. സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് നോട്ടിഫിക്കേഷൻ വന്നു. പിന്നെ കുറേയേറെ എക്സാംസും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇതിനകത്ത് പലരും നമ്മളോട് ചോദിക്കുന്നുണ്ട്, സെയിൽസ്മാൻ്റെ ക്ലാസ് കൊടുക്കുന്നുണ്ടോ ഇല്ലയോ എന്ന്. സെയിൽസ്മാൻ്റെ ക്ലാസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന് കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ നിങ്ങൾ 8086137962 എന്ന വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ഇട്ടാൽ മതി. വാട്സാപ്പ് മെസ്സേജ് ഇട്ടാൽ മതി കേട്ടോ. റിപ്ലൈ നിങ്ങൾക്ക് കിട്ടിക്കോളും. അപ്പോൾ അസിസ്റ്റന്റ് സെയിൽസ്മാൻ്റെ ക്ലാസ്സും നമ്മൾ ഉടനെ തന്നെ സ്റ്റാർട്ട് ചെയ്യുവാണ്. ഒത്തിരി പേര് ആവശ്യക്കാരുണ്ട്. എനിക്ക് ഇപ്പം തന്നെ ഏതാണ്ട് 400-ലേറെ എൻക്വയറിയാണ് വന്നിട്ടുള്ളത്. ഞാൻ പരസ്യങ്ങളൊന്നും ചെയ്യാഞ്ഞിട്ട് പോലും. അപ്പോൾ നിങ്ങൾ അർപ്പിക്കുന്ന വിശ്വാസം, അതിന് നമ്മളെന്താണ് അത്രയും റെസ്പോൺസിബിലിറ്റി എടുക്കാൻ തയ്യാറുമാണ്. അപ്പം അസിസ്റ്റന്റ് സെയിൽസ്മാന് വേണ്ടിയിട്ട് ക്ലാസ് ഉടനെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ക്ലാസ്സിൻ്റെ ഡീറ്റെയിൽസ് അറിയാൻ 8086137962 എന്ന വാട്സാപ്പ് നമ്പറിലേക്ക് ഒന്ന് വാട്സാപ്പ് മെസ്സേജ് അയച്ച് നിങ്ങൾക്ക് എൻക്വയറി നടത്താവുന്നതാണ്. അതുപോലെ തന്നെ ലെറ്റ്യൂസ് എഡ്യൂട്ടിപ്സിൻ്റെ ഇംഗ്ലീഷിൻ്റെ പുസ്തകത്തിന് നിങ്ങൾ തന്ന സ്വീകാര്യത, അതിന് നന്ദി. കാരണം നല്ല രീതിയിൽ തന്നെ നിങ്ങളുടെ ഭാഗത്ത് നല്ല റെസ്പോൺസാണ് ആ പുസ്തകത്തിന് ഉണ്ടായിരിക്കുന്നത്. ആ പുസ്തകത്തിൻ്റെ ക്ലാസ് നമ്മൾ ഇന്ന് രാവിലെ തൊട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സോ ബുക്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ അവർക്കും ഈ നമ്പറിലേക്ക് വാട്സാപ്പ് മെസ്സേജ് അയച്ച് എൻക്വയറി നടത്താവുന്നതാണ്. അതുപോലെ തന്നെ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ്, സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് കോഴ്സുകൾ നമ്മൾ ചെയ്യുന്നുണ്ട്. വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റും ഒക്കെ നമുക്ക് നല്ല രീതിയിൽ പിള്ളേരായിട്ടുണ്ട്. അതുപോലെ തന്നെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ഇതുവരെ ഞാനൊരു ഓഫർ ഇട്ടിട്ടുണ്ടായിരുന്നു. സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ഇപ്പം നമ്മൾ 5-ാം തീയതിക്ക് മുന്നേ ജോയിൻ ചെയ്യുന്നവർക്ക് 3500 രൂപയായിരുന്നു അതിൻ്റെ ടോട്ടൽ ഫീസ് വരുന്നത്. അത് പ്രിലിംസിനും മെയിൻസിനും കൂടിയാണെന്ന് ഓർക്കണം, പ്രിലിംസ് മാത്രമല്ല. ഓക്കെ, അപ്പം നമ്മൾ ആ ഓഫർ ഇന്ന് തീർന്നു. പകരം ഇപ്പം നിങ്ങൾക്ക് വേണ്ടി ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ 2 ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് ഫീസ് അടയ്ക്കാനുള്ള സംവിധാനമാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് അറിയണമെങ്കിലും ഈ നമ്പറിലേക്ക് വാട്സാപ്പ് മെസ്സേജ് അയച്ച് നിങ്ങൾക്ക് എൻക്വയറി നടത്താം. അതുപോലെ തന്നെ വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻറ്റിനും നമ്മൾ ഇപ്പം 1000 രൂപയായിരുന്നു ജനുവരി 5 വരെ ജോയിൻ ചെയ്യുന്നവർക്ക്. ഇപ്പം അത് മാറ്റിയിട്ട് നമ്മൾ 2 ഇൻസ്റ്റാൾമെൻറ്റ് എന്നുള്ള രീതിയിലേക്ക് ആക്കിയിട്ടുണ്ട്. സോ അതുകൊണ്ട് അതിനെപ്പറ്റി അറിയേണ്ടവർക്കൊക്കെ ഈ നമ്പറിലേക്ക് വാട്സാപ്പ് മെസ്സേജ് അയച്ച് എൻക്വയറി നടത്താം കേട്ടോ. അപ്പം ഇതൊന്നും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഡിസ്കൗണ്ട് കൊടുത്തെങ്കിൽ പോലും ഡിസ്കൗണ്ട് ഇല്ലാത്ത ഫീസും മറ്റുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും വളരെ ലോ ഫീസാണ്. അതിലുപരി എവിടെ നിന്നും കിട്ടുന്നതിൽ കൂടുതൽ കണ്ടന്റാണ് നമ്മളുടെ ക്ലാസ്. എക്സാമിന് നമ്മുടെ ഭാഗത്തു നിന്ന് ക്വസ്റ്റ്യൻസ് ഉറപ്പാണ് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഇപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ISROയുടെ ക്ലാസ്സാണ്. നിങ്ങൾ കണ്ടായിരുന്നു 10th ലെവൽ പ്രിലിമിനറിയുടെ 1ാം ഘട്ട പരീക്ഷയിൽ ഒരു ക്വസ്റ്റ്യൻ കണ്ടായിരുന്നു അല്ലേ. അപ്പോൾ പക്ഷെ ഞാൻ ISROയുടെ ക്ലാസ് നേരത്തെ ലെറ്റ്യൂസ് എഡ്യൂട്ടിപ്സിൻ്റെ ആദ്യത്തെ ചാനലിൽ എടുത്തിട്ടുണ്ട്. കണ്ടവർക്കൊക്കെ സുഖമായിട്ട് അത് എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ 2, 3, 4 ഘട്ട എക്സാം എഴുതാൻ പോകുന്നവരെ ഉദ്ദേശിച്ചാണ് ഈ ക്ലാസ് തയ്യാറാക്കിയിരിക്കുന്നത്. ക്ലാസ്സിലേക്ക് പോകാം. ഞാൻ പറയുന്ന ഓരോ സെൻറ്റൻസുകളും പ്രസ്താവനയായിട്ട് ചോദിക്കാൻ സാധ്യതയുള്ളത് കൊണ്ട് തന്നെ ഒന്നും സ്കിപ്പ് ചെയ്യാതെ മുഴുവനുമായിട്ടും കേട്ട് പഠിക്കാനായിട്ട് ശ്രമിക്കുക. നോട്ട്ബുക്ക് ഉണ്ടെങ്കിൽ നോട്ട്ബുക്കിലേക്ക് എഴുതിയെടുക്കുക. കാരണം ഓരോ പോയിൻറ്സും നിങ്ങൾക്ക് പ്രസ്താവനയായിട്ടോ അല്ലാതെയോ കിട്ടാൻ ചാൻസ് കൂടുതലുള്ളതാണ്. ക്ലാസ്സിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ പഠിക്കുന്നത് ISROയെ കുറിച്ചാണ്. ഇന്ത്യയുടെ ദേശീയ ബഹിരാകാശ ഗവേഷണ സ്ഥാപനമാണ് ISRO. ഒരു പ്രധാനപ്പെട്ട പോയിന്റാണിത്. ഇന്ത്യയുടെ ദേശീയ ബഹിരാകാശ ഗവേഷണ സ്ഥാപനമാണ് ISRO. 1969 ഓഗസ്റ്റ് 15-നാണ് എന്ത് നിലവിൽ വരുന്നത്? ISRO രൂപം കൊള്ളുന്നത്. അപ്പം ഇത് PSC ഡേറ്റ് തന്നിട്ടും ഡേറ്റ് ഇല്ലാതെയും ഒക്കെ ഇതിന് മുൻപ് ചോദിച്ചിട്ടുണ്ട്. സോ പഠിച്ചു വെക്കുക. 1969 ഓഗസ്റ്റ് 15-നാണ് എന്ത് രൂപം കൊള്ളുന്നത്? ISRO രൂപം കൊള്ളുന്നത്, അല്ലെങ്കിൽ ISRO നിലവിൽ വരുന്നത്. നമുക്കറിയാം 1961 അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റു ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണത്തെക്കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടിയിട്ട് അന്നത്തെ ആണവോർജ വകുപ്പിൻ്റെ തലവനായിരുന്ന ഹോമി ജെ ഭാഭയെ ഏർപ്പെടുത്തുകയുണ്ടായി. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജവഹർലാൽ നെഹ്റുവിൻ്റെ ഒരു ദീർഘവീക്ഷണമായിരുന്നു ഈ ബഹിരാകാശ ഗവേഷണ സ്ഥാപനത്തിൻ്റെ അടിസ്ഥാനം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാനായിട്ട് സാധിക്കും.
അപ്പം 1961 നെഹ്റു സർക്കാരിൻ്റെ അല്ലെങ്കിൽ നെഹ്റു സർക്കാർ ബഹിരാകാശ ഗവേഷണങ്ങളെക്കുറിച്ച് പഠനം നടത്താനായി ഹോമി ജെ ഭാഭ, അദ്ദേഹത്തിന് ആണവോർജ വകുപ്പിൻ്റെ തലവനായിരുന്നു, അദ്ദേഹത്തെ ഏർപ്പെടുത്തി. അങ്ങനെ 1962 ഹോമി ജെ ഭാഭ ഇൻകോസ്പാർ സ്ഥാപിക്കുകയുണ്ടായി. ഓക്കെ, ഇൻകോസ്പാർ സ്ഥാപിക്കുകയുണ്ടായി. ഇൻകോസ്പാർ എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ നാഷണൽ കമ്മിറ്റി ഫോർ സ്പേസ് റിസർച്ച് എന്നാണ് അതിൻ്റെ ഫുൾ ഫോം. ഇന്ത്യൻ നാഷണൽ കമ്മിറ്റി ഫോർ സ്പേസ് റിസർച്ച് സ്ഥാപിച്ചു. അപ്പോൾ ഓർത്തു വയ്ക്കുക, ഇൻകോസ്പാർ അല്ലെങ്കിൽ ഇന്ത്യൻ നാഷണൽ കമ്മിറ്റി ഓഫ് സ്പേസ് റിസർച്ച് നിലവിൽ വരുന്നത് 1962 ഇത് ഹോമി ജെ ഭാഭയാണ് അതിൻ്റെ ഒരു എന്താ പറയുന്നത് അത് സ്ഥാപിച്ചതെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോൾ 1969 എത്തുന്ന കഥയാണ് ഇപ്പോൾ പറയുന്നത്. പക്ഷേ ഈ കഥ ഓരോന്നും പ്രസ്താവനയ്ക്ക് പറ്റിയ നല്ലൊരു കഥയാണ്. ഓക്കെ, അപ്പോൾ 1962 ഇൻകോസ്പാർ രൂപം കൊണ്ടു. 1963 നവംബർ 21 ഇൻകോസ്പാറിന് കീഴിൽ തുമ്പയിൽ നിന്നും ആദ്യത്തെ റോക്കറ്റ് കുതിച്ചുയർന്നു. ഓക്കെ, അപ്പോൾ ആദ്യത്തെ റോക്കറ്റ് നമ്മുടെ തുമ്പ തിരുവനന്തപുരത്താണെന്ന് നിങ്ങൾക്കറിയാം. അപ്പോൾ തുമ്പയിലെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രത്തിൽ നിന്നും 1963 നവംബർ 21 ഇൻകോസ്പാറിൻ്റെ കീഴിൽ ഇന്ത്യയിൽ നിന്നും ആദ്യത്തെ റോക്കറ്റ് കുതിച്ചുയർന്നു. വീണ്ടും വരിക, 1962 ഹോമി ജെ ഭാഭ ഇൻകോസ്പാർ സ്ഥാപിച്ചു എന്ന് പറഞ്ഞു. അങ്ങനെ ഹോമി ജെ ഭാഭ ഇൻകോസ്പാറിൻ്റെ ഡയറക്ടറായിട്ട് അപ്പോയിന്റ് ചെയ്ത ആരെയാണ്? ഡോക്ടർ വിക്രം സാരാഭായിയാണ്. ഓക്കെ, ഇൻകോസ്പാറിന്റെ ആദ്യത്തെ ഡയറക്ടർ ആരാന്ന് ചോദിച്ചാൽ ആരാണ്? ഡോക്ടർ വിക്രം സാരാഭായി ആയിരുന്നു. 1969 ഇൻകോസ്പാർ ഇന്ത്യൻ നാഷണൽ സയൻസ് അക്കാദമിക്ക് കീഴിലുള്ള ഒരു ഉപദേശക സമിതിയായിട്ട് മാറി. ഓക്കെ, അങ്ങനെയാണ് പിന്നീട് 1969 എന്ത് വരുന്നത്? നമ്മുടെ ISRO രൂപം കൊള്ളുന്നത്. ISROയുടെ ആദ്യത്തെ ചെയർമാൻ ആരായിരുന്നു? ഡോക്ടർ വിക്രം സാരാഭായി ആണ്. അപ്പം നമ്മളോട് സ്വാഭാവികമായിട്ടും ചോദിക്കാം, ISROയുടെ നിലവിലെ ചെയർമാൻ ചോദിച്ചാൽ ആരാണ്? എസ് സോമനാഥാണ് അല്ലേ? എസ് സോമനാഥാണ് ISROയുടെ നിലവിലെ ചെയർമാൻ എന്ന് പറയുന്നത്. അതുപോലെ ISROയുടെ ആസ്ഥാനം എവിടാണെന്നൊക്കെ നമ്മളോട് ചോദിക്കാറുണ്ട്. എവിടാണത്? അന്തരീക്ഷ ഭവൻ അല്ലേ? അന്തരീക്ഷ ഭവൻ എവിടെയാണ്? ബാംഗ്ലൂരാണ് ISROയുടെ ആസ്ഥാനം. ഓക്കെ, അപ്പോൾ അന്തരീക്ഷ ഭവൻ ബാംഗ്ലൂരാണ് ISROയുടെ ആസ്ഥാനം. ഇത്രയും കാര്യങ്ങൾ ISROയെ കുറിച്ച് ഏതുറക്കത്തിൽ ചോദിച്ചാലും പഠിച്ചു വെക്കണം. റിപ്പീറ്റ് അടിക്കുവാണ്, നിങ്ങളുടെ തലയിലേക്ക് കയറുന്നതിന് വേണ്ടിയാണ് റിപ്പീറ്റ് അടിക്കുന്നത്. ശ്രദ്ധിക്കുക, 1969 ഓഗസ്റ്റ് 15 ISRO നിലവിൽ വന്നു. 1962 ഹോമി ജെ ഭാഭ ഇൻകോസ്പാർ സ്ഥാപിക്കുകയുണ്ടായി. ഇൻകോസ്പാറിന്റെ ആദ്യത്തെ ഡയറക്ടറായിരുന്നു ഡോക്ടർ വിക്രം സാരാഭായി. 1963 നവംബർ 21 തുമ്പയിൽ നിന്നും ആദ്യത്തെ റോക്കറ്റ് ഉയർന്നു. ISROയുടെ നിലവിലെ ഡയറക്ടർ അല്ലെങ്കിൽ ചെയർമാൻ എന്നൊക്കെ പറയുന്നത്, തലവൻ എന്ന് പറയുന്നത് ഡോക്ടർ എസ് സോമനാഥാണ്. ISROയുടെ ഹെഡ്ക്വാർട്ടേഴ്സ് അന്തരീക്ഷ ഭവൻ ബാംഗ്ലൂരാണ്. PSC പരീക്ഷകളിൽ നമ്മളോട് ചോദിക്കാറുള്ള ISROയുടെ ചില കേന്ദ്രങ്ങളുണ്ട്, അതും കൂടി നമ്മൾ പഠിച്ചു വെക്കണം. അപ്പോൾ ആദ്യം നമുക്ക് VSSC പഠിക്കാം. വിക്രം സാരാഭായി സ്പേസ് സെന്റർ. വിക്രം സാരാഭായി സ്പേസ് സെന്റർ സ്ഥിതി ചെയ്യുന്ന എവിടെയാണെന്ന് ചോദിച്ചാൽ എവിടെയാണ്? തിരുവനന്തപുരമാണ് അല്ലേ? അതുപോലെ സതീഷ് ധവാൻ സ്പേസ് സെന്റർ സ്ഥിതി ചെയ്യുന്ന എവിടെയാണെന്ന് ചോദിച്ചാൽ അത് ശ്രീഹരിക്കോട്ടയിലാണ്. ഓക്കെ, സതീഷ് ധവാൻ സ്പേസ് സെന്റർ ശ്രീഹരിക്കോട്ട. വിക്രം സാരാഭായി സ്പേസ് സെന്റർ സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം. പിന്നെയുള്ളത് ISRO സാറ്റലൈറ്റ് സെന്റർ. ISRO സാറ്റലൈറ്റ് സെന്റർ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ബംഗളൂരു അല്ലെങ്കിൽ ബാംഗ്ലൂരാണ്. അതുപോലെ തന്നെ ലിക്വിഡ് പ്രൊപ്പൽഷൻ സിസ്റ്റം സെന്റർ. ലിക്വിഡ് പ്രൊപ്പൽഷൻ സിസ്റ്റം സെന്റർ സ്ഥിതി ചെയ്യുന്ന തിരുവനന്തപുരത്താണ്. തിരുവനന്തപുരം വലിയ മലയിലാണ്. അപ്പം ഇത്രയും കാര്യങ്ങളൊക്കെയാണ് മെയിൻലി നിങ്ങൾ 10th ലെവൽ പ്രിലിമിനറി ലെവൽ എക്സാമിനേഷന് ISROയെ കുറിച്ച് പഠിച്ചു വെക്കേണ്ടത്. 2, 3, 4 ഘട്ടങ്ങളിൽ പ്രതീക്ഷിക്കാവുന്നതുകൊണ്ടാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. സോ മസ്റ്റായിട്ടും പഠിക്കുക. ഇനി നമുക്ക് 1ാം ഘട്ട പരീക്ഷയിൽ ചോദിച്ച ചോദ്യം ഒന്ന് നോക്കാം. അപ്പോൾ ഈ മേഖലയിൽ നിന്ന് ചോദിച്ച ചോദ്യം ഇതായിരുന്നു: താഴെ തന്നിരിക്കുന്ന പ്രസ്താവനയിൽ ISROയെ സംബന്ധിച്ച പ്രസ്താവനയിൽ ശരിയായ പ്രസ്താവന ഏതെന്നുള്ളതായിരുന്നു. ഒന്നാമത്തെ പ്രസ്താവന, ISRO സ്ഥാപിച്ചത് 1998 പ്രസ്താവന 2, ഇതിന്റെ ആസ്ഥാനം കൽക്കത്തയിലെ അന്തരീക്ഷ ഭവനിലാണ്. പ്രസ്താവന 3, ഇതിന്റെ ആദ്യത്തെ ചെയർമാൻ വിക്രം സാരാഭായി ആയിരുന്നു.
പ്രസ്താവന 4 വിക്രം സാരാഭായി സ്പേസ് സെന്റർ തിരുവനന്തപുരത്ത് സ്ഥിതി ചെയ്യുന്നു. നോക്കൂ, ഒന്നാമത്തെ പ്രസ്താവന ISRO സ്ഥാപിച്ചത് 1998 അല്ല. സോ ഒന്നാമത്തെ പ്രസ്താവന തെറ്റാണ്. 2, ഇതിന്റെ ആസ്ഥാനം കൽക്കത്തയിലെ അന്തരീക്ഷ ഭവനിലാണ്. ഇത് തെറ്റാണ്. ഇതിന്റെ ആസ്ഥാനം ബംഗളൂരുവിലെ എവിടെയാണ്? അന്തരീക്ഷ ഭവനിലാണ്. അടുത്തത്, ഇതിന്റെ ആദ്യത്തെ ചെയർമാൻ വിക്രം സാരാഭായി ആയിരുന്നു. ഈ പ്രസ്താവന ശരിയാണ്. വിക്രം സാരാഭായി സ്പേസ് സെന്റർ തിരുവനന്തപുരത്ത് സ്ഥിതി ചെയ്യുന്നു. യെസ്, ഇതെന്താണ്? ശരിയാണ്. അപ്പൊ പ്രസ്താവന 3ഉം 4ഉം മാത്രമായിരുന്നു ശരി. അപ്പൊ നമ്മൾ ആദ്യഘട്ട പരീക്ഷയെ ബേസ് ചെയ്തുള്ള കാര്യങ്ങളാണ് പഠിച്ചത്. വളരെ ഡീറ്റെയിൽഡ് ആണ് ക്ലാസ് തന്നത്. ഇതിന് മുമ്പ് ഞാൻ നിങ്ങളോട് അഭിപ്രായം ചോദിച്ചിരുന്നു എങ്ങനെ വേണം. അപ്പോൾ നിങ്ങളും പറഞ്ഞു ഡീറ്റെയിൽഡ് ആയിട്ട് തരുന്നതാണ് യൂസ്ഫുൾ. യെസ്, ഡീറ്റെയിൽ ആയിട്ട് കിട്ടുന്നതാണ് നിങ്ങൾക്ക് യൂസ്ഫുൾ. കാരണം ഏതെങ്കിലും എക്സാമിനെങ്കിലും നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടും. തന്നെയല്ല, PYQs ചെയ്തു നോക്കണം, ചെയ്യാതിരിക്കരുത്. പ്രത്യേകിച്ച് 1ാം ഘട്ട പരീക്ഷയുടെ PYQ ചെയ്യാതെ 2, 3, 4 ഘട്ട പരീക്ഷയ്ക്ക് പോവരുത്. യു മസ്റ്റ് ഡു ആണത്. അതിനകത്ത് യാതൊരു മാറ്റവും ഇല്ല കേട്ടോ. അപ്പോൾ അതുപോലെ VFA, സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ്, അസിസ്റ്റന്റ് സെയിൽസ്മാൻ എന്നിങ്ങനെയുള്ള കോഴ്സുകൾ നമ്മൾ ലെറ്റ്യൂസ് എഡ്യൂ ടിപ്സിൻ്റെ ആപ്പിൽ ചെയ്യുന്നുണ്ട്. ഒരിക്കലും ക്ലാസ് എടുത്തുകൊണ്ട് നിങ്ങൾക്ക് ഒരു നഷ്ടവും വരില്ല. കാരണം നമ്മൾ പക്ക ക്ലിയർ ആയിട്ടാണ് നോട്ടും എല്ലാം പ്രൊവൈഡ് ചെയ്താൽ കൊടുക്കുന്നത്. ക്ലാസ് മാത്രമല്ല, ക്ലാസ് കൊടുക്കുന്നുണ്ട്, PDF നോട്ട് കൊടുക്കുന്നുണ്ട്. ആ PDF നോട്ട് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് പ്രിൻ്റ് എടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കുക. അത്രയും ഓപ്ഷനിലാണ് ഇത്രയും ചെറിയ ഫീസിന് നമ്മൾ ക്ലാസ്സുകൾ കൊടുക്കുന്നത്. ആവശ്യക്കാർക്ക് മാത്രം പർച്ചേസ് ചെയ്യാം. കാരണം ചിലർ ഫ്രീ ക്ലാസ് ചോദിക്കും. ആ ഫ്രീ ക്ലാസ് ചോദിക്കുന്നവർക്ക് നമ്മുടെ യൂട്യൂബിലെ ക്ലാസ് കണ്ടാൽ മതി കേട്ടോ. അപ്പം ഇത് ഫ്രീ ക്ലാസ് അല്ല. അപ്പം ചിലർ ചുമ്മാ എന്നെ ഇറിറ്റേറ്റ് ചെയ്യുന്നതിന് വേണ്ടി മനഃപൂർവ്വമൊക്കെ കമൻറ്റ് ഇടുന്നത് ഞാൻ കാണാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവരുടെ ശ്രദ്ധയിലേക്ക് പറയുകയാണ്, നിങ്ങൾക്ക് ഫ്രീ ക്ലാസ് വേണമെങ്കിൽ യൂട്യൂബിലെ ക്ലാസ്സുകൾ കാണാം. ഇതല്ല, പഴയ യൂട്യൂബ് ചാനലിൽ ഒരുപാട് ക്ലാസ്സുകൾ സിലബസ് വൈസ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ളവർക്ക് അത് കാണാം. അപ്പം താല്പര്യമുള്ളവർ മാത്രം പെയ്ഡ് ക്ലാസ് എടുത്ത് പഠിച്ചു കഴിഞ്ഞാൽ അത് യൂസ്ഫുൾ ആണ്. അതുകൊണ്ട് പറഞ്ഞതാണ്. നോട്ടും എല്ലാം കിട്ടുകയാണ് ചെയ്തത്. വേറെ ഒരു മെറ്റീരിയലും പിന്നെ അതിന് വേണ്ടി നിങ്ങൾ നോക്കണ്ട. നിങ്ങൾക്കറിയാലോ എൻ്റെ നോട്ടെന്ന് പറയുന്നത് എത്ര ചുരുക്കി, എത്ര രത്ന ചുരുക്കത്തോട് കൂടിയിട്ടാണ് എപ്പോഴും നോട്ടുകൾ കൊടുക്കാറുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്കിനി അടുത്ത സെഷനിൽ കാണാം. അതുവരെ ബൈ ബൈ.